പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു എന്ന 24 വാർത്തയിലായിരുന്നു രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും. ഈ വാർത്ത കെ സുരേന്ദ്രൻ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. താൻ പദവിയിൽ തുടരണോ വേണ്ടയോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. 24 വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി ബി.ജെ.പി. ദേശീയ നേതൃത്വവും ഇന്ന് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് SKNലാണ് ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചുവെന്ന വലിയ വാർത്ത 24 പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളം പിന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയായി. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, രാജിവെക്കാൻ അനുമതി നൽകണം, ദേശീയ നേതൃത്വം വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം വിശദമായി 24 റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു. 24 വാർത്തയിൽ പ്രതികരണവുമായി തുടർന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കില്ലെന്നും രാജി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവന ഇറക്കി. സുരേന്ദ്രൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാലക്കാട് പ്രഭാരി പി. രഘുനാഥ് രംഗത്തെത്തി. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള റോളിനെക്കുറിച്ച് വളരെ മതിപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. കേരളം ഈ ബി.ജെ.പി. വാർത്തയിൽ മാത്രം സജീവമായിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിനായി കെ സുരേന്ദ്രൻ എത്തിയത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. 24ന്റെ വാർത്ത ശരിവെച്ചു. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ, ഇനി വ്യക്തത കുറവ് വേണ്ട, ഞാൻ വ്യക്തമായിട്ട് പറയാം. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. രാജിസന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു മറുപടി. താൻ തുടരണോ വേണ്ടയോ എന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി. പാലക്കാട് തോൽവിക്ക് ശേഷം ബി.ജെ.പിക്കകത്തും പുറത്തുമായി സുരേന്ദ്രനെതിരെ ആക്രമണം രൂക്ഷമാണ്. സംഘടനയ്ക്കകത്തും പുറത്തുമായി നേതാക്കളുടെ പ്രതികരണം ഏറുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത്. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ പാലക്കാട് തോൽവിയിലുള്ള വേട്ടയാടലിൽ നിന്നും സുരേന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ ബി.ജെ.പിയിലെ പ്രശ്നങ്ങൾ ഇവിടെ തീരില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തിയ നേതാക്കൾക്കു നേരെയുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി സംഘടന കടക്കുക. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.